ഡൽഹിയിലെ സാധാരണക്കാർ രാവിലെ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ചെറുകടികളാണ്. അതായത് നമ്മുടെ സമോസയോ ജിലേബിയോ അതല്ലെങ്കിൽ ബ്രെഡ് പക്കോടയോ ഒക്കെ പോലെയുള്ള ചെറുകടികൾ വളരെ വില കുറവിൽ ലഭിക്കും. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പോക്കറ്റ് കീറാതെ കഴിക്കാനും പറ്റും. അത്തരത്തിൽ ഒരു കടയാണിത്. ഇവിടെ രാവിലെ വേണ്ട ഭക്ഷണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. ബ്രെഡ് പക്കോടയുണ്ട്, സമോസയുണ്ട്. ഇവരെല്ലാവരും ലക്ഷ്യം വെക്കുന്നത് സാധാരണക്കാരെയാണ്. പക്ഷേ ഇനി മുതൽ ഇത്തരം ഭക്ഷണങ്ങൾ വിൽക്കുന്ന കടകളാണ് ഈ ഭക്ഷണങ്ങൾ ഹാനികരമാണ് എന്നുള്ള കാര്യം കൂടി, അതായത് അതിൽ ഇത്രത്തോളം ഫാറ്റ് കണ്ടൻ്റ് ഉണ്ട്, ഷുഗർ കണ്ടൻ്റ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള മുന്നറിയിപ്പുകൾ കടകൾക്ക് പുറത്ത് നോട്ടീസായി അടിച്ചു വെക്കണം എന്നുള്ള നിർദ്ദേശം സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു. बढ़िया है। आप हर दिन यहाँ पे खाते हो? नहीं, हर दिन खाता हूँ। हर खाते हो? कैसे होते इस सब का वो टेस्ट कैसे होते हैं, उसमें क्या क्या होता है? आप बस टेस्ट अच्छा है, बस कि हमें पता नहीं क्या क्या है इसमें. നടപടി വഴിയോരത്ത് ജീവനോപാധി നടത്തിപ്പോകുന്നവരുടെ കച്ചവടത്തെ ഇല്ലാതാക്കുമെന്ന വാദം ഉയരുന്നുണ്ട്. പലഹാരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളത്. न्यूज़ से पता चला है और इसके लिए सरकार जैसे गाइडलाइन जारी करेगी वैसे ही उसके अकॉर्डिंग हम भी काम करेंगे. सरकार बोलेगी अगर नोटिस चिपकाना तो वो भी हम चिपका के रखेंगे. सारी चीज़ें उनको फॉलो करेंगे, जो सरकार की तरफ से जो भी कंडीशन दी जाएगी उसको फॉलो करेंगे. जैसा सरकार का है कि आगे जनता के लिए जो चीज़ें अच्छी हों उसको प्रॉपर उसी तरीके से करेंगे जो जनता के भले में हो, जनता के फ़ायदे में हो. കൊഴുപ്പടങ്ങിയിരിക്കുന്നത് എത്ര, മധുരം എത്ര എന്നൊക്കെ ശതമാന കണക്ക് കാണിക്കേണ്ടി വരും. എന്നാൽ സിഗരറ്റും പാൻ മസാലയും പോലെ പരസ്യപ്പെടുത്തേണ്ടതാണോ ഇത്തരം പലഹാരങ്ങൾ എന്ന സംശയമാണ് ബാക്കി നിൽക്കുന്നത്. नहीं, मैं तो आज ओवर टाइम में रुका हूँ इसलिए आता हूँ, नहीं तो मैं बाकी घर चलाता हूँ. ठीक है. സർക്കാർ എന്തൊക്കെ ഉത്തരവിറക്കുമ്പോഴും ഇത്തരം സാധനങ്ങൾക്ക് ആവശ്യക്കാർ വളരെയേറെയാണ്. എന്തായാലും അത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണെന്നും അതല്ല ഇതുപോലുള്ള ചെറിയ വഴിയോര കച്ചവടക്കാരെ ദ്രോഹിക്കാനാണെന്നും രണ്ട് വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഉത്തരവ് അത് പാലിക്കപ്പെടും, അത്തരമുള്ള ബോർഡുകൾ എല്ലാ കടകളിലും സ്ഥാപിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇത്തരം ചെറിയ കടക്കാരും പറയുന്നത്. ഡൽഹിയിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.